ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് ജൂൺ മാസം 11-ാം തീയതി. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും ശുഭദിനാശംസകളും നേരുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായിട്ട് നാം തിരഞ്ഞെടുത്തിട്ടുള്ളത് ആവർത്തന പുസ്തകം 5-ാമത്തെ അധ്യായമാണ്. ആവർത്തന പുസ്തകം 5-ാം അധ്യായം മനോഹരമായൊരു അധ്യായമാണ്. 10 കൽപ്പനകൾ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള അധ്യായമാണ്. പുറപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അധ്യായത്തിന് ശേഷം ഈ 5-ാം അധ്യായത്തിലും ആ കൽപ്പനകൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. കാരണം ആവർത്തന പുസ്തകമാണല്ലോ. ദൈവം മോശ മുഖാന്തരം അരുളി ചെയ്ത കാര്യങ്ങളും ദൈവം മോശ സമ്മറൈസ് ചെയ്ത് പറയുന്നതായിരിക്കുന്ന ഒന്നാണ്. ഈ അധ്യായത്തിൽ ദൈവഭയമുള്ള ഒരു ഹൃദയത്തെക്കുറിച്ചാണ് പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഈ അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: അവർക്കും അവരുടെ മക്കൾക്കും എന്നേക്കും നന്നായിരിക്കാൻ അവർ എന്നെ ഭയപ്പെടേണ്ടതിനും എൻ്റെ കൽപ്പനകളൊക്കെയും പ്രമാണിക്കേണ്ടതിനും ഇങ്ങനെയുള്ള ഹൃദയം അവർക്ക് എപ്പോഴും ഉണ്ടായിരുന്നുവെങ്കിൽ എത്ര നന്നത്. ഇങ്ങനെയുള്ള ഹൃദയം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ദൈവം പറഞ്ഞാൽ അനുസരിക്കുന്ന ഒരു ഹൃദയം, അതാ ദൈവഭയമുള്ള ഒരു ഹൃദയം. ദൈവം പറയുകയാണ്, ഇങ്ങനെയുള്ള ഒരു ഹൃദയം ഈ ജനത്തിനുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. മോശ മുഖാന്തരം ദൈവത്തിൻ്റെ ജനത്തോട് സംസാരിച്ചു. തീയും പുകയും നിറഞ്ഞ ചുറ്റുപാടിലാണ് ദൈവം സംസാരിച്ചത്. ജനമാകെ പരിഭ്രാന്തരായി. മരിച്ചു പോകുമെന്ന് അവർ ഭയപ്പെട്ടു. ദൈവത്തിൻ്റെ മഹത്വം അവർ ഗ്രഹിച്ചു. ദൈവം അവരോട് സംസാരിച്ചാൽ അവർ പിന്നെ എങ്ങനെ ജീവിച്ചിരിക്കും എന്നായിരുന്നു അവരുടെ ഭയം. അതുകൊണ്ട് അവർ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, നീ ഞങ്ങളോട് സംസാരിക്കേണ്ട, മോശ ഞങ്ങളോട് സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞു. ദൈവം സമ്മതിച്ചു. ഇനി ഞാൻ മോശ മുഖാന്തരം നിങ്ങളോട് സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം അവരുടെ അപേക്ഷ കേട്ടു. ദൈവത്തെ ഭയപ്പെടുന്നൊരു ഹൃദയം അവർക്കുണ്ട് എന്ന കാര്യം ദൈവത്തെ വളരെ സന്തോഷിപ്പിച്ചു. ഇങ്ങനെയുള്ള ഹൃദയം അവർക്ക് എന്നും ഉണ്ടായാൽ അവരും അവരുടെ മക്കളും തീർച്ചയായും അനുഗ്രഹിക്കപ്പെടുമെന്നാണ് ദൈവം പറഞ്ഞത്. ഇങ്ങനെ എന്നെ ഭയപ്പെടുന്നൊരു ഹൃദയം അവർക്കും അവരുടെ മക്കൾക്കും ഉണ്ടായിരുന്നാൽ എന്നും ദൈവം അവർ ചോദിക്കുന്ന ദൈവം കൊടുക്കുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്യും. അനുഗ്രഹം നഷ്ടപ്പെടുവാനുള്ള കാരണം ദൈവത്തെക്കുറിച്ചുള്ള ഭയവും ഭക്തിയും ക്രമേണ നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. ഇംഗ്ലീഷിൽ പറയാറുണ്ട്, ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ്. പരിചയം അവജ്ഞയെ ഉളവാക്കുന്നു. ആൻഡ് ഓവർ ഫെമിലിയാരിറ്റി ബ്രീഡ്സ് ഗ്രേറ്റ് കണ്ടംപ്റ്റ്. അമിത പരിചയം അമിതമായ അവജ്ഞയെ ഉളവാക്കുന്നു. നമ്മൾ ദൂരെ നിന്ന് കാണുന്ന ആളുകളെയൊക്കെ നല്ലവരാണെന്നൊക്കെ നമ്മൾ വിചാരിക്കും, അവരെയൊക്കെ ഒരാൾ ബഹുമാനിക്കും. അടുത്ത് വന്ന് അവരുമായിട്ട് പരിചയപ്പെട്ട് കഴിയുമ്പോഴേ നമുക്ക് അവരെ സംബന്ധിച്ചുള്ള ഭയം പോകുമെന്ന് മാത്രമല്ല, പോകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചപ്പോൾ ഇവരൊക്കെ ഭക്തിയൊന്നുമുള്ള ആളുകളല്ല, ഇവർ നമ്മെപ്പോലെ തന്നെയുള്ള ഭാവികളാണ് എന്ന കാര്യം അവർ മനസ്സിലാക്കുമെന്നുള്ളതാണ്. ദൈവത്തെ അറിയുന്തോറും ദൈവത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ചും മഹത്വത്തെക്കുറിച്ചും കൂടുതൽ ബോധ്യമുള്ളവരായിട്ടല്ലേ നാം തീരേണ്ടത്. അങ്ങനെയല്ല തീരേണ്ടത്. ദൈവത്തെ അറിയുന്തോറും അടുത്തുകൂടാത്ത ദൈവം എന്ന് പറയുകയാണ് വേണ്ടത്. എന്നാൽ പലർക്കും അങ്ങനെയല്ല. ദൈവത്തെ അവരറിയുന്തോറും ദൈവത്തെ ഒരു കളിപ്പിള്ളയായിട്ട് അവർ കാണുന്ന ഒരു കാര്യം നമുക്ക് കാണുവാനായിട്ട് കഴിയും. പല മതങ്ങളിലും അങ്ങനെയാണ്. ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുകയും ദേവന്മാരെ തന്നെ മോഷ്ടിക്കുകയും ദേവന്മാരുടെ മേൽ പൊതിഞ്ഞിരിക്കുന്ന സ്വർണ്ണങ്ങളൊക്കെ മോഷ്ടിക്കുകയും എന്തെല്ലാം സംഭവങ്ങളാണ് ലോകത്തിൽ ഓരോ ഭാഗത്തും നടക്കുന്നത്. അങ്ങനെ എന്താ നടക്കുന്നതെന്ന് ചോദിച്ചാൽ, ആ ദൈവങ്ങളെ ഒന്നും മനുഷ്യർക്ക് ഭയമില്ല. ദൈവഭയമെന്ന് പറഞ്ഞ് അവരുടെ ഉള്ളിൽ നിന്ന് പോയി. ദൈവസംബന്ധമായുള്ള സത്യസന്ധമായ പരിചയം അവജ്ഞയല്ല ഉണ്ടാക്കുന്ന, ആദരവാക്കുന്നത്. അതെ, ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ് എന്നുള്ളത് തെറ്റായിരിക്കുന്ന ഫെമിലിയാരിറ്റിയാണ്. ശരിയായ ഫെമിലിയാരിറ്റി ബ്രീഡ്സ് റെസ്പെക്റ്റ്, ഫിയർ ഓഫ് ഗാഡ്. ദൈവത്തെ യഥാർത്ഥമായി അറിഞ്ഞ മോശയ്ക്ക് ദൈവത്തെക്കുറിച്ച് വല്ല ഭയം വല്ലതും പോയോ? അയ്യോ, ദൈവത്തേക്ക് എന്തോ ഒരു ഭയമായിരുന്നു മോശയ്ക്ക്. യോശുവയ്ക്ക് എന്തൊരു ഭയമായിരുന്നു, കാലേബിന് എന്തൊരു ഭയമായിരുന്നു. അവർക്ക് ദൈവത്തെ അറിഞ്ഞവരാണ്. എന്നാൽ ദൈവസംബന്ധമായുള്ള സത്യസന്ധമായ പരിചയം ആദരവുളവാക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ അസ്തിത്വത്തെക്കുറിച്ചും അഭേദ്യ ഗുണങ്ങളെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും സത്യസന്ധമല്ലാത്ത അറിവാണ് നമുക്കുണ്ടാകുന്നതെങ്കിൽ അത് അവജ്ഞയാണ് ഉളവാക്കുന്നത്. അത് വളരെ ആപൽകരമാണെന്ന് ഞാൻ പറയട്ടെ. വളരെ ആപൽകരമാണ്. ഇലക്ട്രിസിറ്റിയെക്കുറിച്ച് ശരിയായിരിക്കുന്ന അറിവാണ് നമുക്കുള്ളതെങ്കിൽ നാം വളരെ സൂക്ഷ്മതയോടെ ഇലക്ട്രിസിറ്റി കൈകാര്യം ചെയ്യും. പക്ഷേ ഇലക്ട്രിസിറ്റിയെക്കുറിച്ച് നമുക്ക് അജ്ഞതയോ അവഗണനയോ ഉണ്ടായാൽ നമ്മൾ കയറി ചാടിപ്പിടിക്കും. അതോടുകൂടി നമ്മൾ കരിഞ്ഞു പോകും. ഞാൻ വിചാരിക്കുന്നു, പഴയ നിയമത്തിലെ പല പണ്ഡിതന്മാരും പുതിയ നിയമത്തിലെ പല ആളുകളും ദൈവസനത്തിൽ ഗൗരവമേറിയ തെറ്റുകൾ ചെയ്തത് അവർ ദൈവത്തെ തെറ്റായി പരിചയപ്പെട്ടു എന്നുള്ളത് കൊണ്ടായിരിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ദൈവമേ, അങ്ങയെക്കുറിച്ചുള്ള ഭയം എന്നിൽ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടതാണ്. അങ്ങയെക്കുറിച്ചുള്ള ഭയം എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കുവാൻ എന്നെ സഹായിക്കണമേ. ദൈവത്തെക്കുറിച്ചുള്ളതായിരിക്കുന്ന നമ്മുടെ ഭയം കുറഞ്ഞു പോകുന്നത് വളരെ ആപൽകരമാണ്.
നമ്മൾ പ്രാർത്ഥിക്കണം, അങ്ങയെക്കുറിച്ചുള്ള ഭയം എന്നിൽ ഉണ്ടായിരിക്കുവാൻ എപ്പോഴും സഹായിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങയെക്കുറിച്ചുള്ള ഭയം, അങ്ങയെക്കുറിച്ചുള്ള വിശുദ്ധി, അങ്ങയെക്കുറിച്ചുള്ള ബോധ്യത, ശരിയായ ബോധ്യത നമുക്ക് വേണം. അതുകൊണ്ട് ദൈവം അക്കാര്യം മോശ മുഖാന്തരം പറഞ്ഞു. ഇസ്രായേൽ ജനത്തിന് നഷ്ടപ്പെട്ടു പോയ ഒരു കാര്യം ദൈവഭയമാണ്. പിൽക്കാല ചരിത്രങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം അവർ വിഗ്രഹാരാധനയിലേക്കും ആഭിചാരത്തിലേക്കും ഒക്കെ കടന്നുപോയതിൻ്റെ കാരണം എന്താണ്? ദൈവഭയം അവർക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ദൈവത്തെ അവർക്ക് പേടിയില്ലാതെയായി. അതെ, ഹോരേബിലെ ദൈവത്തെ മോശയ്ക്ക് ഭയമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സീനായുടെ പർവ്വതത്തിൻ്റെ മുകളിൽ കണ്ടതായിരിക്കും ദൈവത്തെ അവന് ഭയമുണ്ടായിരുന്നു. മോശയ്ക്ക് എന്നും ദൈവത്തെ ഭയമുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാവരും കണ്ടില്ലല്ലോ. ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുവാനൊക്കെ കൊണ്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ.